ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബൂമിങ് നടന്നു എന്നാണ്. റോഡുകൾ മറ്റ് കാര്യങ്ങളൊക്കെ നടന്നു എന്നാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ആ രീതിയിൽ നടന്നു. അതിലെ ഒരു വാസ്തവം പൊതുകടത്തിലേക്ക് പിന്നീട് വരാം. പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ പിന്നിലെ? കേരളത്തിനകത്ത് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. പക്ഷെ അതെങ്ങനെ വികസിച്ചു? കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ 10 സ്മാർട്ട് റോഡുകൾ വന്നു. എങ്ങനെ വന്നു? നരേന്ദ്രമോദി സർക്കാരിന്റെ സ്മാർട്ട് സിറ്റിയിലല്ലേ വന്നത്, അല്ലാതെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയിലല്ലല്ലോ വന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത നോഡൽ ഏജൻസി റോഡ് ഫണ്ട് ബോർഡ് ആയതുകൊണ്ട് പി എ മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും പടം വെച്ച് അവരടിച്ചു. അവർ കേരളത്തിലെ ഈ പറയുന്ന BJPയുടെ ഒരു പ്രതിനിധികളെയും വിളിക്കാതെ അവരങ്ങ് നടത്തി. എന്നിട്ട് പറഞ്ഞു സ്മാർട്ട് റോഡുകളായി തിരുവനന്തപുരം മുഴുവൻ സ്മാർട്ട് റോഡുകളായി. എങ്ങനെയായി? ഏത് ഫണ്ട് ഉപയോഗിച്ച്? ആരുടെ ബുദ്ധിയുടെ ഭാഗമായി? ആര് തന്ന ഫണ്ട്? അപ്പം കേരളത്തിന് തന്നതെല്ലാം ഔദാര്യമാണോ എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ കൊടുക്കുന്ന പെൻഷൻ ഔദാര്യമാണോ? അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിഷണബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് വെച്ചത് കേന്ദ്ര സർക്കാരാണ്. ആ സർക്കാർ വെച്ച പ്രോജക്റ്റിനെ എത്ര നാൾ ഇവരെ ഇഴപ്പിച്ചു? ഇവിടെ നടക്കാതിരുന്നിട്ട് എത്ര നാളായി? അതിനെ സമരം ചെയ്ത് നടപ്പിലാക്കാൻ കൊണ്ടുവന്നത് BJPയുടെ കൗൺസിലർമാരാണ്. അതിൻ്റെ പ്രതിഫലമാണ് ഞങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇവരാരും വിചാരിക്കേണ്ട ഞങ്ങൾ വെളിയിലിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഓട് പൊളിച്ച് താഴെ വന്നതാണെന്നല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോൾ കേരളത്തിലും തിരുവനന്തപുരത്തും കൃത്യമായി എടുത്തതിൻ്റെ അംഗീകാരമായി ജനങ്ങൾ തന്നതാണ് ആ മേയർ കസേര. അല്ലാതെ ഞങ്ങൾ ഓട് പൊളിച്ച് വന്നവരൊന്നുമല്ല. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇനി കാസർഗോഡ് മുതൽ കാരോട് വരെയുള്ള ബൈപ്പാസുകളുടെയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെയും പ്രോജക്റ്റ് അതിൽ കേരള സർക്കാർ പറയുകയാണ് ഇതെല്ലാം ഞങ്ങളുടെ പ്രോജക്റ്റാണെന്ന് പറയുന്നു. എങ്ങനെയാണ് അവരുടെ പ്രോജക്റ്റ്? എത്ര കോടി രൂപയുടെ വികസനമാണ് നടക്കുന്നത്? എത്ര രൂപയാണ് കേരള സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ? 5000 കോടി എന്നല്ലേ പറയുന്നത്. എത്ര കോടി രൂപയുടെ വികസനമാണ് നടക്കുന്നത്? അതിൽ 5000 കോടി എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് വരും? ഇനി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇനി മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അതിൽ വലിയ രീതിയിൽ GSTയിൽ വിട്ടുവീഴ്ച നടത്തുമ്പോൾ കേരളം നടത്തുന്നുണ്ടോ എന്നുള്ളത് പൊതുവായ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയില്ല. ഇനി കേരളത്തിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടക്കുന്നുണ്ടോ? ഞാൻ സമ്മതിക്കുന്നുണ്ടെന്നേ. കുറേ അധികം ഇൻഫ്രാസ്ട്രക്ചർ വികസനമാണ്. കുറേ ആശുപത്രിക്ക് എന്ന് പറഞ്ഞ് കുറേ കെട്ടിടം കെട്ടിയിടുന്നുണ്ട്. പക്ഷെ അത് ആശുപത്രി ആവുന്നുണ്ടോ? കെട്ടിടം ഇസ് ദെയർ, ആശുപത്രി ആവുന്നുണ്ടോ? കെട്ടിടം കെട്ടിയാൽ ആശുപത്രി ആവില്ല. അവിടെ ബെഡ് വേണം, അവിടെ രോഗിയെ ശുശ്രൂഷിക്കാനുള്ള ഡോക്ടർ വേണം, മരുന്ന് വേണം, അവിടെ എക്യുപ്മെൻറ്റ്സ് വേണം, കട്ടിൽ വേണം, കമ്പൗണ്ടർ വേണം, അറ്റൻഡർ വേണം, നഴ്സ് വേണം, ഇതെല്ലാം വേണം. ഇതൊന്നുമില്ല. കെട്ടിടം കെട്ടിയിടുന്നത് എങ്ങനെ? കെട്ടിടം കെട്ടുന്ന കിഫ്ബി ഫണ്ട്. എന്താ കിഫ്ബി ഫണ്ട്? കിഫ്ബി ഫണ്ട് കേരളത്തിലെ CPM-നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു തന്ത്രം. നേരിട്ട് ബഡ്ജറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്നില്ല, പകരം ബഡ്ജറ്റേതരമായി അടിച്ചു മാറ്റുന്നു. അതിന് അവർ ഉപയോഗിക്കുന്നത് ആരെ? ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയെ. പൊതുമരാമത്ത് വകുപ്പ് ഉള്ളപ്പോൾ ഈ കിഫ്ബിയുടെ ഒരു ആവശ്യകത എന്തായിരുന്നു? അല്ല, കിഫ്ബിയുടെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡിബേറ്റിലേക്ക്. പൊതുമരാമത്ത് വകുപ്പ് ഉള്ളപ്പം കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പുണ്ട്. എങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തന മേഖല എന്താണ്? ഈ കിഫ്ബിയിൽ എങ്ങനെയാണ്? കിഫ്ബി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുക, അതിനെ എവിടെയെങ്കിലും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിനെ ഇവർക്ക് ബഡ്ജറ്റിൽ വെക്കാൻ പണമില്ല. അപ്പോൾ എന്ത് ചെയ്യും? കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇത് ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു റോഡ് കഴിഞ്ഞ 3 വർഷമായിട്ട് കിഫ്ബി ഫണ്ട് കൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുക. വികസിച്ച് ഞങ്ങൾക്കാർക്കും ആ വികസനം കാണാനും പറ്റുന്നില്ല. അത് ആകെ കാണാൻ പറ്റുന്നത് അവിടുത്തെ CPM-മാർക്കാണ്. കാരണം ആ റോഡ് ഞാൻ ജനിച്ച കാലം തൊട്ടുള്ളൊരു മിനിമം വീതിയുണ്ട്. ആ വീതിയിൽ നിന്ന് വികസിക്കാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. പക്ഷേ ഞങ്ങൾക്ക് ഇന്നും ആ റോഡ് അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കണ്ണിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് വികസിക്കുന്നത് കാണുന്ന ഒരേ ഒരാൾ സഖാവ് ശിവൻകുട്ടിയാണ്, അവിടുത്തെ MLA, അല്ലെങ്കിൽ അവിടുത്തെ CPM-ൻ്റെ ആളുകൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വികസനമാണ്? ഇനി കിഫ്ബി ഫണ്ടിൽ അലോട്ട് ചെയ്യുന്ന പല വർക്കുകളും നടക്കുന്നുണ്ടോ? ഇല്ല. ആകെ നടക്കുന്നുണ്ട് ഈ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബിനാമിയാണ് CPM-ൻ്റെ. ബിനാമി വർക്കുകൾ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവിടെ ഒരു ഹോസ്പിറ്റൽ കെട്ടിടം അല്ല വേണ്ടത്, അത് ഊരാളുങ്കലിന് കൊടുത്തുകൊണ്ട് കെട്ടിടം അവിടെയുണ്ട്. നിങ്ങളിപ്പോൾ പാറശാല ചെന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വന്ന് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തൊരു കെട്ടിടം അവിടെയുണ്ട്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ അകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതൊരു ഹോസ്പിറ്റലാണെന്ന് പറയും, ഒരു കെട്ടിടം. അവിടെ ഒരു രോഗിക്ക് ശുശ്രൂഷിക്കാനുള്ള ഡോക്ടറോ ഈ പറഞ്ഞ കട്ടിലോ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കെട്ടിടം എന്ന് പറയുന്നത്? 9 മാസം 10 മാസം 11 മാസം 12 മാസം അടച്ചിടാനാണെങ്കിൽ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു കെട്ടിടം? ഉള്ള കാര്യങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ പൊതുകടത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ജനിച്ചു വീഴുന്ന ഒരു കുട്ടി 1.5 ലക്ഷം രൂപയുടെ പൊതുകടത്തിൻ്റെ ഭാഗമായി ജനിച്ചു വീഴേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്ന് പറയുന്നത് അടിയന്തര ഘട്ടത്തിൽ അല്ലെങ്കിൽ അത് ആവശ്യകതയുള്ള വികസനമാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ഒരു പള്ളിക്കൂടത്തിന് വേണ്ടിയിട്ട് ഒരു 5 നില കെട്ടിടം കെട്ടിയിട്ടാൽ മതി. അവിടെ അധ്യാപകർ വേണ്ടേ?
പഠിക്കാനുള്ള റിസ്ക്കും ബാക്കി അനുബന്ധ സാഹചര്യങ്ങളും ഉണ്ടാവണ്ടേ? ഇതൊന്നുമില്ല. പക്ഷെ കെട്ടിടമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ എല്ലായിടത്തും ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സെൻറ്റർ നിയമത്തിൽ തുടങ്ങി. ഞാനും വിചാരിച്ചു ദൈവമേ ഈ പറയുന്ന ശിവൻകുട്ടി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഞാൻ നിയമത്താണ് താമസിക്കുന്നത്, ഞാൻ ഇതൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ കരമനയിൽ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ അന്വേഷിച്ചു പോയി. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ബോർഡുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങണമെങ്കിൽ ഒരു കുഴിയിലേക്ക് ചാടണം. നിങ്ങൾ പോയി നോക്ക്. ഞാൻ പറയാം, കള്ളാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയും ചാനലും വണ്ടിയും എല്ലാം ഉണ്ടല്ലോ, പോയി നോക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. വികസനം എന്ന് പറയുന്നത് വെറുതെ പറയാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഈ ബോർഡറുകളിലൊന്നും റോഡുകൾ നിർമ്മിക്കാൻ സാധിക്കില്ല, വളരെ ദുർഘടമാണെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രി നമുക്കുണ്ടായിരുന്നു, കേരളത്തുകാരനായ. ചൈന തിരിച്ചടിക്കുന്നു, പാടാണ്, നമുക്ക് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞിരുന്ന കാര്യം. മിസോറാമിലേക്ക് ഒരു തീവണ്ടി പോണ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു ഇതേപോലെ നമുക്ക് പാടായിരിക്കും എന്ന് പറഞ്ഞു. ഇന്ന് അതെല്ലാം യാഥാർത്ഥ്യമായില്ലേ? ഇന്ന് ബോർഡറിൽ റോഡുകൾ എയർ സ്ട്രിപ്പുകളാവുന്നില്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് നടന്നത്? അതൊരു വിഷണബിളായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടായതുകൊണ്ടല്ലേ. ആ വിഷൻ 1 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല, ഒരു 15 or 50 വർഷത്തേക്ക് നമ്മുടെ രാജ്യം എവിടെ നിൽക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ലീഡർഷിപ്പ് വന്നതുകൊണ്ടല്ലേ. അതെന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? അവിടെ എന്തുകൊണ്ട് ഫണ്ട് സഫീഷ്യൻ്റ് ആവുന്നില്ല? ഇപ്പോൾ ഇത്തവണ നമ്മുടെ NDAയുടെ ഒരു, ഞാൻ ഫോർ യുവർ ഇൻഫർമേഷൻ, NDAയുടെ ഒരു പ്രകടന പത്രിക വെച്ച സമയത്ത് ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ ഞാൻ ഇരിക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ ഫണ്ട് എങ്ങനെ നിങ്ങൾ കണ്ടെത്തും? കേരളത്തിൽ ഇത്രയും കടമുണ്ട്, നിങ്ങളെങ്ങനെ കണ്ടെത്തും? അപ്പം ഞാൻ പ്രധാനമായി അവരോട് 3-4 കാര്യങ്ങൾ ചോദിച്ചു. അതായത് കേരളത്തിനകത്തുള്ള അഴിമതിയുടെ റേറ്റ് എത്രയാണ്? ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതിയുടെ അടങ്കൽ തുക 10 ലക്ഷമാണെങ്കിൽ അതിൽ അഴിമതിയായി പോകുന്ന പണം എത്രയാണ്? അതിൽ അഴിമതിയായി പോകുന്ന പണം ഏതാണ്ട് പകുതിയാണ്. അതുപോലെ തന്നെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെടുന്നത് എത്രയാണ്? അതായത് 5 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ തുടങ്ങിയാൽ 3 വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു പ്രോജക്റ്റിനെ 10-20 വർഷത്തേക്ക് നീട്ടുന്നത് കാരണം നമുക്കുണ്ടാവുന്ന ലോസ് എത്രയാണ്? അപ്പൊ ആ ലോസ് നമുക്ക് കറക്റ്റായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കെടുകാര്യസ്ഥയില്ലാത്തൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട എത്രയോ നികുതി പണം കേരളത്തിനകത്ത് കൃത്യമായി പിരിച്ചെടുക്കാത്തത് കൊണ്ട് കെട്ടിക്കിടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ലില്ലേ അല്ലേ? അപ്പൊ ആ പണം കണ്ടെത്തണ്ടേ? ആ പണം തിരിച്ചു കൊണ്ടുപോകണ്ടേ? റിക്കവർ ചെയ്യണ്ടേ? സാധാരണക്കാരൻ ഒരു ദിവസം സ്വിച്ച് ഇടാൻ നേരത്ത് അവൻ 500 രൂപ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഊരാൻ വേണ്ടിയിട്ട്, ഫ്യൂസ് ഊരാൻ വേണ്ടിയിട്ട് ചെന്ന് നിൽക്കുന്ന KSEBിയുടെ ഉദ്യോഗസ്ഥന്മാരാരെയും ഇവിടുത്തെ വൻകിട നേതാക്കന്മാരുടെയും വൻകിട മുതലാളിമാരുടെയും ബിനാമി കെട്ടിടങ്ങൾ കോടിക്കണക്കിന് രൂപ ഫണ്ട് അടയ്ക്കാനുള്ളപ്പോൾ പോകുന്ന കാണുന്നില്ലല്ലോ. ഒരു പാവപ്പെട്ടവൻ ഒരു നേരം കുടിവെള്ളം പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്ന ഒരുത്തൻ അവന്റെ വീടിന്റെ ഫ്രണ്ടിലെ ടാപ്പിലെ 120 രൂപ ഒരു ദിവസം, ഒരു മാസം അടച്ചില്ലെങ്കിൽ 2 മാസം അടച്ചില്ലെങ്കിൽ അത് ഊരാൻ വേണ്ടി വെപ്രാളപ്പെട്ടു പോകുന്ന വാട്ടർ അതോറിറ്റിക്കാരനെ ഈ പറയുന്ന വലിയ കുബേരന്മാരുടെ മണിമാളികകളുടെ ഫ്രണ്ടിൽ കാണുന്നില്ലല്ലോ. 25-30 ലക്ഷം രൂപ അടയ്ക്കാനുള്ളവരുടെ. അപ്പൊ ഇതെല്ലാം വരണ്ടേ? ഇതെല്ലാം നമ്മൾ തിരിച്ച് കേരളത്തിൽ ഈ പറയുന്ന നമ്മുടെ ഖജനാവിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് സാധിക്കില്ലേ? ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം പ്രധാനമന്ത്രി ഭവന യോജന പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ഇതിന് കൊടുക്കാനുള്ള ഫണ്ട് എവിടെയെന്ന് ചോദിച്ചു. ഫണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറയുന്നത് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടത്താൻ പറ്റില്ല, പ്ലാനിംഗ് കമ്മീഷൻ ഈ പറയുന്ന ഡെവലപ്മെന്റ് അതോറിറ്റിയെ കൊണ്ട് തടഞ്ഞു വയ്പ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, കേരളത്തിനകത്ത് ഏത് സ്ഥലത്തും നമുക്ക് ഒരു ഫണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും ഉള്ള ഒരു സംസ്ഥാനമാണെന്നേ കേരളം. കേരളത്തിൽ എന്തിന്റെ കുറവാ? നമുക്ക് നദികളില്ലേ, നമുക്ക് പുഴകളില്ലേ, നമുക്ക് ഈ പറയുന്ന മലനിരകളില്ലേ, നമ്മുടെ ടൂറിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി വളരേണ്ട സ്ഥലമല്ലേ കേരളം? അങ്ങനെയുള്ളൊരു കേരളത്തിനകത്ത് നമുക്ക് എന്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വളരാത്തത്? എന്തിന്റെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ വളരാത്തത്? ആയുർവേദ ടൂറിസത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുർവേദ ടൂറിസത്തിന് സ്കോപ്പുള്ള സ്ഥലമാണ് കേരളം. നമ്മൾ എന്തുകൊണ്ടാണ് വളരാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ 69 വർഷക്കാലം 70 വർഷക്കാലമായി ഈ 2 പാർട്ടികളുടെയും കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും ഫലമായി നമ്മൾ നശിച്ചു പോയതാണ്. നമുക്ക് വളരാൻ സാധിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, BJP ഒരു 5 വർഷക്കാലം കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി റിയലൈസ് ചെയ്യും എങ്ങനെയാണ് സീറോ കറപ്ഷനിൽ, എങ്ങനെയാണ് 100% ആൾക്കാരുടെ എനർജി ഉപയോഗിച്ചുകൊണ്ട്, എങ്ങനെയാണ് 100% നികുതി പിരിവ് നടത്തിക്കൊണ്ട്, എങ്ങനെയാണ് 100% കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവണ്ടേ? നരേന്ദ്രമോദി അത് 11 വർഷം കൊണ്ട് രാജ്യത്ത് കാണിച്ചു തരുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കണ്ടേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഇപ്പോൾ ഗൾഫിൽ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം നടന്നതിൻ്റെ സ്വാഭാവികമായൊരു പ്രതികരണമായിട്ട്, പശ്ചിമേഷ്യൻ സ്വാഭാവിക പ്രതികരണം എന്നല്ല, മറ്റെവിടെയെങ്കിലും ഇറാൻ അടിക്കാൻ പറ്റാതെ മധ്യേഷ്യയിലാണ് ആക്രമണം നടത്തിയത്. നമ്മുടെ ഏറ്റവും അധികം ആൾക്കാർ തൊഴിലെടുക്കുന്ന പണിയെടുക്കുന്ന സ്ഥലം അതാണ്. നമ്മളിപ്പോൾ അവരോടൊപ്പം അല്ല, നമ്മുടെ സ്റ്റാൻഡ് ഇറാനോടൊപ്പമാണ്. പക്ഷേ ആ മധ്യേഷ്യയിൽ നിന്ന് ഒരു മൈഗ്രേഷൻ, റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകുകയും സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും?
കേരളത്തിന്റെ പൊതുവായ സാഹചര്യം വെച്ചിട്ട് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കോവിഡ് സമയത്ത് അവർ തിരിച്ചു വന്നപ്പോൾ അവർക്കിവിടെ ജോലി സാധ്യതകൾ ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരാൾക്ക് കോവിഡ് അനന്തരം തിരിച്ചു വന്ന ഏതെങ്കിലും ഒരു പ്രവാസിക്ക് ഇവിടെ ജോലി സാധ്യത ഒരുക്കി കൊടുത്തോ? ഇല്ല. സെയിം അവസ്ഥയാണ് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞാൽ എനിക്കൊരു കറക്ഷൻ ഉള്ളത്, നമ്മൾ GCC രാജ്യങ്ങളോടുകൂടി ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ അങ്ങനെ ഇറാനെ മാത്രം നമ്മുടെ എന്ന് പറയുമ്പോൾ കേരളത്തിലൊരു ഭാരതത്തിന്റെ സർക്കാർ നമുക്ക് നമ്മുടെ നയം എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ കേരളത്തിന്റെ ഒരു പൊതുവികാരം എന്നല്ല, ഒരു പ്രത്യേക ഭരണവർഗവും അല്ലെങ്കിൽ പ്രത്യേക ഒരു ഭാഗം. ലോകത്ത് എവിടെയെങ്കിലും യുദ്ധം നടന്നാൽ കൊടിയെടുത്തുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ സമരം ചെയ്യാൻ പഠിപ്പിച്ച ചില ആളുകളുണ്ട്. അവരെ ഒന്നും നമുക്ക് തിരുത്താൻ സാധിക്കില്ല. അവരുടെ ഒന്ന് രാഷ്ട്രീയം വെച്ചുകൊണ്ട് നമുക്ക് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾ അതിനങ്ങനെ കണ്ടാൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, താങ്കൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട പല ആളുകളുടെയും ഉള്ളിലുള്ള ഒരു ആശങ്കയാണ്. ആ ആശങ്ക സ്വാഭാവികമായി നിറവേറ്റപ്പെടേണ്ടതുണ്ട്, ആ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഭാഗം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ പദ്ധതികൾ, അത്തരത്തിലുള്ള പദ്ധതികളൊന്നും വയബിളായ പദ്ധതികൾ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ എങ്ങനെ കൂടുതൽ നന്നായി ഇവിടെ പിടിച്ചു നിർത്താൻ സാധിക്കും, അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ വളരെ നന്നായി ഡിബേറ്റ് ചെയ്യേണ്ടതും വളരെ നന്നായി അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം നമ്മളത് സർക്കാർ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടുള്ളൊരു നിലപാടുണ്ടാവും. അപ്പൊ അത് വരട്ടെ. അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ചർച്ചയാണത്. അപ്പൊ അതുകൊണ്ട് അതിൽ വരട്ടെ, എന്താണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള വിഷയം എന്ന് പറയട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ്. അവസാനിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാം. അവിടെ ഒരു മാനേജബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ല, മീൻസ് മധ്യേഷ്യയിലെ സാഹചര്യമല്ല. അവരെ തിരിച്ചിഞ്ഞ് വരാൻ പലർക്കും തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് തരത്തിലുള്ള പല കാര്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ നമ്മളിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അതിനൊരു റെമഡി ഇപ്പൊ ആലോചിക്കാൻ പറ്റില്ല. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കത് ആ റെമഡി ആലോചിക്കണമെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, എത്ര ശതമാനം വരുന്നുണ്ട്, ഇവിടെ എന്ത് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ. ഇപ്പം പ്രധാനമന്ത്രിയുടെ തന്നെ പല സ്കീമുകളും ഓൾറെഡി ഇവിടെ വരുന്ന ഒരാൾക്ക് സ്വന്തമായി വ്യവസായം തുടങ്ങാനൊക്കെ ഒരുപാട് നല്ല സ്കീമുകൾ ഇവിടെയുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വ്യവസായം തുടങ്ങുന്നവൻ ആ വ്യവസായശാലയിൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ഈ പറയുന്ന ചില ഈ മുനിസിപ്പാലിറ്റികളും കൂടി ചേർന്ന് ആക്കിക്കളയും. ഈ പാവപ്പെട്ട ആന്തൂറിലെ സാജന്റെ ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. ആന്തൂർ സാജൻ പറഞ്ഞപ്പോഴാണ്, ആന്തൂർ സാജന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിന് തെളിവുകളുള്ള ശ്യാമള ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അത് എന്ത് തരത്തിലുള്ള സന്ദേശമായിരിക്കും കൊടുക്കുക? അല്ല, അത് കേരളത്തിലെ വികസനത്തിന്റെ സന്ദേശമാണ്. കേരളത്തിൽ ഇടതുപക്ഷം എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത്, കേരളത്തിൽ വ്യവസായവൽക്കരണം എങ്ങനെയാണ് ഇടതുപക്ഷം. നേരത്തെ പ്രോഗ്രസ് കാർഡിൽ താങ്കൾ ഒരു കാര്യം പറഞ്ഞില്ലേ, വൻകിട വ്യവസായികളെ കേരളത്തിലേക്ക് കൊണ്ടുവരും. ഈ ആന്തൂർ സാജനെയൊക്കെയാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആക്കി വിട്ടുതരാം. പിന്നെ നമ്മൾ കിറ്റെക്സിലെ മറ്റേ അദ്ദേഹത്തിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നിന്ന് നമ്മൾ തെലങ്കാനയിലേക്ക് പറഞ്ഞു വിട്ടല്ലോ, നമ്മളെല്ലാവരും കൂടി സഹായിച്ചിട്ട്. തെലങ്കാനയിൽ അവർ കൃത്യമായിട്ട് അതിനെ അവിടെ ഉപയോഗിക്കുകയും ചെയ്തു. അവിടെ ഏതാണ്ട് 14,000 കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അത് ജീവിക്കാൻ സമ്മതിക്കില്ല. കാരണം കേരളത്തിലെല്ലാം അങ്ങനെയാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തില്ലേ, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തില്ലേ, നിങ്ങൾ ഈ പറയുന്ന ഗെയിൽ പൈപ്പ് ലൈൻ, ഇപ്പോൾ അഭിമാന പദ്ധതിയായി കൊണ്ടു നടക്കുന്ന ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലൂടെ ബോംബ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് അതിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഇവിടെ ഒരു എയർപോർട്ട് വരാൻ നിന്നപ്പോഴത്തേക്ക് എൻ്റെ ചങ്കിലൂടെ മാത്രമേ ഇത് ഇറക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് പിന്നീട് അതിന്റെ ചെയർമാനായിട്ടിരുന്നത്. അപ്പൊ ഇത് CPM-ന്റെ ശൈലിയാണെന്ന്. CPM-ന് എന്താണോ ഇഷ്ടമല്ലാത്തത് അതെല്ലാം CPM എതിർക്കും. പിന്നെ CPM ഒരു ഘട്ടത്തിൽ മനസ്സിലാവും ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കേണ്ടതാണ് എന്ന് തോന്നുമ്പോൾ അംഗീകരിക്കും. അപ്പൊ അതിനൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ അതിനെ വലിയ കാര്യമായിട്ടൊന്നും. ഇനി സർക്കാരിൽ നിന്നൊന്നും മാറി ഇപ്പോൾ ഭരിക്കാൻ പോകുന്നുവെന്ന് അഭിപ്രായപ്പെടുന്ന മറ്റൊരു ഭാഗമുണ്ട് UDF അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അങ്ങനെ ലീഗ് വരുമ്പോഴൊരു പ്രശ്നം, മുസ്ലിം ലീഗ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഒന്നും നമുക്ക് പേടിക്കാനുണ്ടായിരുന്നു. മാറാട് പോലുള്ള കാര്യത്തിൽ കലാപത്തിലൊക്കെ അവരുടെ പങ്ക് വളരെ സംശയാസ്പദമല്ല, അതിനൊരു വ്യക്തമായ തെളിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ലീഗ് എന്ന് പറഞ്ഞാൽ വെറും ലീഗല്ല, SDP-യുടെ ഒരു ശക്തി കേന്ദ്രമാണ് ലീഗ് എന്ന് പറയുന്നത്. അങ്ങനെ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നൊരു ഘട്ടം വന്നാൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ ഒരു അവസ്ഥ? നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് മതമാണ് സർവവും എന്ന് പ്രഖ്യാപിക്കുന്നവർ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നാലുള്ള സാഹചര്യം എന്ത് എന്നുള്ളത് വളരെ കാര്യമായി ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷമായി എൻ്റെ സമുദായത്തിന് കിട്ടാത്ത അധികാരങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് പറയുന്നവർ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കോ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കോ ഒക്കെ വന്നാൽ
എന്തായിരിക്കും കേരളത്തിൻ്റെ സാഹചര്യം എന്നുള്ളത് സ്വാഭാവികമായും കേരളം ചിന്തിക്കുന്നുണ്ടാവും. താങ്കൾ പറഞ്ഞ ചില വിഷയങ്ങൾ കൂടി അതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിനകത്തൊരു ഒരു അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ഭീകരതയുടെ ഒരു അവസ്ഥ, ഭീതിയുടേതായിട്ടുള്ളൊരു ഭീകരത ഉണ്ടാവും എന്നുള്ള ഒരു ഭയം കേരളത്തിലെ സമാധാനകാംക്ഷികളായിട്ടുള്ള സാധാരണപ്പെട്ട ആളുകളുടെ ഉള്ളിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്ക് നോക്കാം, വരട്ടെ. ഏത് വലിയ മുഗളന്മാരുടെ വലിയ അക്രമത്തെ അതിജീവിച്ച നാടാണ് കേരളം. അപ്പോൾ അതിന് വല്ലതൊന്നും ഇനി വരില്ല. തീർച്ചയായും. ഫൈനലി നമുക്ക് ആരോഗ്യ മേഖലയിൽ കൂടെ കടന്നതിന് ശേഷം ഈ റിപ്പോർട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ വലിയ പുരോഗതിയിൽ ഒരു പുരോഗതി നമ്പർ 1 ആണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലെ വലിയ വികസനങ്ങളാണ്. എന്താണ് കഴിഞ്ഞ ഒരു 10 വർഷത്തേക്കുള്ള അവർ പറയുന്ന ഈ ആരോഗ്യ മേഖലയുടെ വികസനം? അല്ല, ഇതിനകത്ത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നത് മന്ത്രി വീണ ജോർജ് തന്നെ നേരിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വികസനമാണ്. അതായത് മന്ത്രി വീണ ജോർജ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 3-4 അല്ല 1 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനുമായിട്ട് പോയി ഫാർമസിയിൽ എല്ലാ മാധ്യമങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ഫാർമസിയിൽ ഈ ചീട്ട് കൊടുക്കുന്നുണ്ട്. ആ റെസീറ്റ് കൊടുക്കുമ്പോൾ, പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ അത് വാങ്ങി നോക്കിയിട്ട് ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ലേഡി അവർ വളരെ വിഷമത്തോടെ പറയണം, മേഡം ഇതൊന്നും ഇവിടെ ഇല്ല. അതാണ് അടയാളപ്പെടുത്തൽ. അതിനപ്പുറം ഒരു അടയാളപ്പെടുത്തലിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. പിന്നെ നമ്മുടെ മുന്നിലൂടെയാണ് ബിന്ദു എന്ന് പറയുന്ന ഒരു കൂട്ടിരിപ്പുകാരിയായിട്ടുള്ള ഒരു ചേച്ചിയുടെ തലയിലൂടെ കേരളത്തിലെ നമ്പർ 1 ആരോഗ്യരംഗത്തിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണത്. ആ പാവപ്പെട്ട സ്ത്രീ മരിച്ചുപോയി. അതുപോലെ ഇവിടെ ചെറിയൊരു കൈക്ക് വേദനയുമായി വന്നൊരു കുട്ടി, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ വലത് കൈ മുറിച്ചു കളഞ്ഞു. അതാണ് കേരളത്തിലെ നമ്പർ 1 ആരോഗ്യരംഗത്തിൻ്റെ സിമ്പൽ. ഇങ്ങനെ ഇത്രയധികം പോരായ്മകൾ ഉണ്ടായിട്ടും നമ്മൾ എന്തിനാണ് ഇത്രയധികം കടം വാങ്ങുന്നത്? ചേട്ടാ, കടം വാങ്ങുന്നത് എന്തിനാണെന്ന് കടം വാങ്ങിയോടാണ് ചോദിക്കുക. എനിക്കതിനകത്ത് മറുപടി കൃത്യമായി കാശെങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിലെ മന്ത്രിമാരുടെയൊക്കെ ധനകാര്യ സ്ഥിതി ഒന്ന് അന്വേഷിച്ചാൽ മതി. കേരളത്തിലെ പാർട്ടിയുടെ ധനകാര്യം, ഏറ്റവും പാവപ്പെട്ട പാർട്ടി, ഏറ്റവും സാധാരണക്കാരൻ്റെ, പട്ടിണിക്കാരൻ്റെ, ആ കർഷകൻ്റെ, തൊഴിലാളിയുടെ, അധസ്ഥിതൻ്റെ ഒക്കെ പാർട്ടിയായിട്ടുള്ള പാർട്ടിയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി. അപ്പോൾ ഈ പണം എവിടെ പോയി എന്ന് ഞാൻ പറയണ്ടല്ലോ. തീർച്ചയായും. നമുക്ക് നമ്മുടെ പ്രോഗ്രസ് കാർഡ്, അതായത് നമ്മുടെ ഈ മാനിഫെസ്റ്റോയിലെ പ്രോഗ്രസ് കാർഡ്, കഴിഞ്ഞ 10 വർഷത്തെ നീണ്ട കേരളത്തിൻ്റെ അവസ്ഥ ഈ ഒരു രീതിയിലാണ്. നാളെ കേരളം എങ്ങനെ വിധിയെഴുതാൻ പോവുകയാണ്? വിധിയെഴുതാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന പല ആശങ്കകളുമാണ് നമ്മൾ സംസാരിച്ചത്. എന്തായാലും തീർച്ചയായിട്ടും ഇതിന് കണക്കാക്കിയിട്ടുള്ളൊരു ബിഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മറുപടി തന്നെ മെയ് 4 ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ പലപ്പോഴും തിരിച്ചുള്ള രീതിയിൽ ചിന്തിച്ച സംഭവമാണ് കേരളം. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ ജയിപ്പിച്ച ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. ഞാനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു വർഗീയതയെ താലോലിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ വർഗീയതയെ താലോലിക്കുകയും വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി ഏത് തരത്തിലുള്ള സന്ധിയും ചെയ്തു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള നാടാണ് കേരളം. ആ നാട്ടിൽ വളരെ പർപ്പസ്ഫുള്ളായി കഴിവുള്ളവരെ തോൽപ്പിക്കാനും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരെ ജയിപ്പിക്കാനുമുള്ള ഒരു 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 വോട്ട് ഗ്രൂപ്പുണ്ട്. ആ വോട്ട് ഗ്രൂപ്പിൻ്റെ ബലത്തിലാണ് ഈ പറയുന്ന അഴിമതികൾ നടത്തിയാലും അവരെ ഞങ്ങൾ പ്രീണിപ്പിച്ച് നിർത്തുന്ന കാലത്തോളം ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. അതിനെ കൃത്യമായി ജനങ്ങൾ പൊളിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. സ്വാഭാവികമായും അത് അങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ജനങ്ങളതിനെ എങ്ങനെ കൺവിൻസ് ചെയ്യപ്പെടും എന്നുള്ളത് നോക്കാം. എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.